പാഴാക്കരുതെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഖുർആന്റെ ഖതം കഴിവിന്റെ പരമാവധി തീർക്കുന്നവരാകണം. അറിയാത്തവര് ഖുൽ ഹുവല്ലാഹ് സൂറത്ത് ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമദാൻ 1 തുടങ്ങി 30 ആകുമ്പോ ഒരു 10,000 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹ് സൂറത്ത്, അല്ലെങ്കിൽ 1,00,000 ഖുൽ ഹുവല്ലാഹ് സൂറത്ത് അത് ഓതാനത്ര എളുപ്പമാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ, അനാവശ്യ സംസാരത്തിന് പകരമായി ഗൈബത്തും നമീമത്തും പറഞ്ഞ് കാലം കളയുന്നതിന് പകരമായി ഖുർആൻ കൊണ്ട് നാക്കിനെ ധന്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിവിന്റെ പരമാവധി ഖുർആൻ ഓതണം, ഖതം തീർക്കുന്നവരാകണം. ഇനി ഒന്നും അറിയാത്തവരുണ്ടോ? ആ ഖുർആനൊന്നെടുത്ത് ചുംബിക്കുന്നവരാകണം, ഖുർആൻ എടുത്തൊന്ന് മുത്തി മണക്കുന്നവരാകണം. മഹത്തുക്കളായ ആരിഫീങ്ങൾ പറഞ്ഞില്ലേ, നിത്യമായി ഖുർആൻ മുത്തി മണക്കുന്നവരുണ്ടോ? ഒതുവോടുകൂടെ ശുദ്ധിയോടുകൂടെ ഖുർആൻ മുത്തി മണക്കുന്ന മുഅ്മിനീങ്ങൾ ആ മുഖത്തിന് നരകം തൊടുകയില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. പറയട്ടെ സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ പാഴാക്കരുത്. അടുത്ത റമദാൻ ഇനി കൂടാൻ കഴിയുമെന്ന ചിന്ത നമ്മളെ മനസ്സിൽ വേണ്ട. വെളിച്ചിങ്ങ തെറിക്കുന്നത് പോലെ ചെറുപ്പക്കാരൊക്കെ തെറിച്ചു പോകുന്ന സമയമാ. അതുകൊണ്ട് പറയട്ടെ, എപ്പോഴാണ് നമ്മളെ മരണം പിടിച്ചു കുലുക്കുകയെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ സ്വലാത്തിന് വന്നവർ ഇന്ന് നമ്മോടൊപ്പമില്ല. പലവരും ഖബറിലാണ്, പലവരും ഹോസ്പിറ്റലിലാണ്. റബ്ബേ, മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് നീ പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ പറഞ്ഞു വരുന്നത് ആ വിശുദ്ധ റമദാൻ ഖുർആൻ ഓത്തുകൊണ്ട് ധന്യമാക്കുന്നവരാകണം. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇപ്രാവശ്യം റമദാനില് ഒരൊറ്റ ചെറുപ്പക്കാരനും പള്ളിയിലുണ്ടാകൂല എന്നുള്ള കാര്യം ഉറപ്പാ. കാരണം അതാ ഫുട്ബോൾ തുടങ്ങിയിരിക്കുകയാണ്. ഏതോ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിനും ഫുട്ബോൾ അല്ലാതെ മറ്റൊരു ചിന്തയില്ലല്ലോ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, വിശുദ്ധ റബീഉൽ അവ്വൽ മാസം വന്നപ്പോ ഒരു 100 റുപ്യ കൊടുത്തിട്ട് ഒരു നബിദിനത്തിന് ആശംസ പറഞ്ഞിട്ടൊരു ബാനർ ഇടാൻ കഴിയാത്ത ചെറുപ്പക്കാരൻ 2000 3000 ഒക്കെ മുടക്കിട്ട് ഏതോ നാറിയ സംസ്കാരമില്ലാത്ത കളിക്കാരന്റെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ താഴ്ഭാഗത്തിന്റെ ആശംസ കൊടുത്തിട്ട് കാസർഗോഡ് ജില്ലയുടെ മുക്കുമൂലങ്ങളിൽ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരാ? വണ്ടിയിലൂടെ സഞ്ചരിക്കുമ്പോ മുസ്ലിം ചെറുക്കുള്ള ചെറുപ്പക്കാര് നമ്മളെ ബയാറ് സ്വലാത്തിന് വരുന്ന ചെറുപ്പക്കാരന്റെ ഫോട്ടോ അടക്കം അതാ ആശംസ വെച്ചിട്ടതേ കട്ട്ബോർഡിൽ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരാ? ഞാൻ പറയട്ടെ, ഇത്തരം വൃത്തികെട്ട നാറിയ സംസ്കാരത്തിന്റെ പിന്നാലെ പോകാതെ ആര് കളിച്ചാലും ആര് തോറ്റാലും നമ്മക്കൊരു പ്രശ്നമല്ല. നമ്മക്കൊരു കളി വരാനുണ്ട്. അതെവിടെ? റബ്ബിന്റെ മാശറയാണ്. ആ റബ്ബിന്റെ മാശറയാകുന്ന കളി വരുന്ന വിശാലമായ മൈതാനി. ആ മൈതാനിയിൽ എല്ലാവരും കരയുമ്പോ നമ്മൾക്കവിടെ ചിരിക്കണം, നമ്മൾക്കവിടെ വിജയിക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇനിയാന്ന് ബറാത്ത് രാത്രിയാണ്. ആ ബറാത്ത് രാത്രിന്റെ അന്നാണ് കളിയുടെ ഉദ്ഘാടനം. എത്ര പേര് യാസീൻ ഓതാൻ പള്ളിയിലേക്ക് എത്തി? ഓ പ്രിയപ്പെട്ട സഹോദരാ, ഒന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. സൂറത്തുൽ ദുഖാനിൽ അല്ലാഹു തആല പറഞ്ഞു, എല്ലാ കാര്യങ്ങളെയോ റബ്ബ് സുബ്ഹാനഹു തആല തീരുമാനിക്കുന്ന രാത്രിയാണ്. എല്ലാം പ്രഖ്യാപിക്കുന്ന രാത്രിയാണ്. നമ്മൾ ആയുസ് കണക്കാക്കുന്ന രാത്രിയാണ്. നമ്മൾക്ക് വീട് തീരുമാനിക്കുന്ന രാത്രിയാണ്. നമ്മൾക്ക് മക്കളെ കണക്കാക്കുന്ന രാത്രിയാണ്. നമ്മൾക്ക് ഭാര്യമാരെ നിശ്ചയിക്കുന്ന രാത്രിയാണ്. എല്ലാം റബ്ബ് സുബ്ഹാനഹു തആല തീരുമാനിക്കുന്ന ഒരു രാത്രിയിൽ നിങ്ങളൊരു 3 യാസീൻ ഓതണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരാകുന്ന ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ എവിടെയോ കളി നടക്കുന്നതിന്റെ പേരിൽ യാസീൻ ഓതാൻ മറന്ന ചെറുപ്പക്കാര് നമ്മളെ സദസ്സിലില്ലേ? ഞാൻ എന്നോട് ചോദിക്കുന്നു, മോനെ, നീ ഒന്ന് ചെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിക്കണോ? റബ്ബ് സുബ്ഹാനഹു തആല നിന്റെ ആയുസ് കാലത്തെ കണക്കാക്കുമ്പോ അതിനെ പോലൊന്നും ചോദിച്ചു വാങ്ങാൻ അവസരമില്ലാതെ കളിയുടെ പിന്നാലെ നടക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് മരിക്കണ്ടേ മോനെ? നിനക്ക് കബറിൽ കിടക്കണ്ടേ? റബ്ബിന്റെ മുമ്പിലേക്ക് പോകണ്ടേ? ആ മാശറയിൽ ഒറ്റക്കാരിൽ ഇവിടെ നിൽക്കണ്ടേ? അല്ലാഹ്, നീ ഞങ്ങളെ സലാമത്താക്കണേ റഹ്മാനേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞാൻ എന്റെ
ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ റമദാനിൽ ഒരൊറ്റ തറാവിയും പാഴാക്കി കളയരുത്. എല്ലാ തറാവിയും 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കണം കേട്ടോ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ചില പള്ളിയിലെ ആൾക്കാർ ഭയങ്കര കൂടുതലാണ്, ചില പള്ളിയിൽ തീരെ ആൾക്കാരില്ല. അന്വേഷിച്ച് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഉസ്താദ് 5 മിനിറ്റ് ലേറ്റാ, മറ്റു ഉസ്താദ് 5 മിനിറ്റ് പാസ്റ്റാ അല്ലേ? ഈ പാസ്റ്റ് നോക്കി തറാവിയിലേക്ക് ഓടിപ്പോകുന്ന ചെറുപ്പക്കാരൻ, ഞാൻ നിന്നോട് പറയുന്നു മോനെ, ഒരിക്കലും വേണ്ട. നീ ഇങ്ങനെ പാസ്റ്റിന്റെ പിന്നാലെ ഓടിയിട്ട് എവിടത്തേക്കാ പോകുന്നത്? പാസ്റ്റോടെ ഓടി ഓടി പോകുന്നത് കബറിലേക്കല്ലേ? നിന്റെ സമയം ഇങ്ങനെ പോകുന്നത് കബറിലേക്കല്ലേ? അല്ലാഹു തന്നെ നിശ്ചയിച്ച ഓരോ സെക്കൻഡുകൾ ഇങ്ങനെ പോകുമ്പോ എന്റെ കബർ മാടി മാടി വിളിക്കുകയാ. ആ സമയങ്ങൾ പാസ്റ്റിന്റെ പിന്നാലെ പോകുന്നതിന് പകരം സമാധാനത്തോടെ നല്ല നല്ല ആലിമീങ്ങളെ പിന്നാലെ അണിനിരന്ന് നല്ല നിലക്ക് നിസ്കരിക്കാൻ സമയം കണ്ടെത്തണമെന്നോ വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരൊറ്റ തറാവീഹും ഖളാഅകൂല എന്നോ ഈ സദസ്സിൽ പ്രതിജ്ഞ എടുക്കണമെന്നോ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, റമദാനിൽ ഒരു ഫർദിന് 70ന്റെ പ്രതിഫലമാണ്. ഒരു ജമാഅത്തിന് സാധാ സമയത്ത് തന്നെ 27ന്റെ കൂലിയ. എന്നാൽ റമദാനിൽ അതിന്റെ പ്രതിഫലം എത്രയായിരിക്കും? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇപ്പോൾ മനസ്സിലൊരു തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ 1 മുതൽ പെരുന്നാൾ വരെ ഞാൻ ഒരൊറ്റ ജമാഅത്തും ഒഴിവാക്കുകയില്ല. 5 വക്തും കൃത്യമായി ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു പ്രതിജ്ഞ മനസ്സുകൊണ്ട് ഉറപ്പിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പ്രതിജ്ഞ ചെയ്താൽ ഒന്നും പേടിക്കേണ്ടതില്ല. നമ്മുടെ മനസ്സിനനുസരിച്ച്, നമ്മുടെ കരുത്തിനനുസരിച്ച് നീയത്ത് നന്നായാലെല്ലാം ഓക്കെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഈ വരാനിരിക്കുന്ന റമദാനിൽ ഒരൊറ്റ ജമാഅത്ത് പോലും നഷ്ടപ്പെടാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ചുരുക്കുന്നു, നീട്ടി പറയാൻ അവസരമില്ല. ഖുർആനോദി ജമാഅത്തായുള്ള നിസ്കാരം കൈമുതലാക്കി തറാവീഹ് കൃത്യമായി നിസ്കരിച്ച് അനാവശ്യ സംസാരങ്ങൾ ഏർപ്പെടുന്നതിന് പകരം കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ തീരുമ്പോ 1 തുടങ്ങി 30 ആകുമ്പോ, പെരുന്നാളാകുമ്പോ ചുരുങ്ങിയത് 1,00,000 സ്വലാത്തെങ്കിലും ചൊല്ലി തീർക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പലരും ആമീൻ പറയുന്നില്ല, ലക്ഷത്തിന് എണ്ണം കൂടി പോയി, ലക്ഷത്തിന് എണ്ണം കൂടി പോയി. പിന്നെയോ നമ്മളെ കാശിന്റെ ലക്ഷമൊക്കെ പോയി, കോടിന്റെ വിഷയ. പക്ഷെ സലാത്തിനകത്തും 1,00,000 പോയി, എണ്ണം കൂടി പോയി. അതുകൊണ്ട് പലവരും ആമീൻ പറയുന്നില്ല. അല്ലാഹു ഈ റമദാൻ 1,00,000 സ്വലാത്തെങ്കിലും ചൊല്ലാൻ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അങ്ങനെ വിശുദ്ധ റമദാനിനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണമെന്നോ വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാ. ഞാൻ തങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നത് ഇടക്കത് കൊണ്ടുവച്ചതാ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൽ കഴിവിന്റെ പരമാവധി 1,00,000 സ്വലാത്തെങ്കിലും ചൊല്ലി തീർക്കാൻ കഴിയണം. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാലോ പ്രിയപ്പെട്ട സഹോദര, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അങ്ങനെ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി തീർക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന വിഷയത്തിൽ തർക്കമില്ല. നിങ്ങൾ നോക്കൂ, മഹത്തുക്കളെ സംഭവം നിങ്ങൾ അറിയില്ലേ? ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും ചിന്തിച്ചത് ഒന്നേ മാത്രമാണ്. എന്താണത്? ഞങ്ങളുടെ രക്ഷ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് ഞങ്ങളുടെ രക്ഷ. ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കൾ മുഴുവനും ചിന്തിച്ചത് അതല്ലേ? നിങ്ങൾ അറിയില്ലേ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഉമർ ഖത്താബ് തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായി നടക്കുന്നു. നേതാവ് വഫാത്തായി എന്ന് ആരെന്നും പറഞ്ഞാൽ അവന്റെ തല ഞാൻ അന്തരീക്ഷത്തിലൂടെ പാറിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഊരിപ്പിടിച്ച വാളുമായി ഉമർ ഖത്താബ് നടക്കുമ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു പ്രസംഗം നടത്തി. എല്ലാവരും ശാന്തരായി. സിദ്ദീഖ് തങ്ങൾ നേരെ ആയിഷ ബീവിന്റെ വീട്ടിൽ പോയി. ആ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ വഫാത്തായി കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ പോയി. അതായിരിക്കും മുട്ടുകുത്തിയിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇരുന്നിട്ട് അതാ റസൂലുള്ളാഹിന്റെ മുഖം ചുംബിക്കുകയാണ്.
മുത്തുനബി തങ്ങളെ മുഖം ചുംബിക്കുന്നു, വിളിക്കുന്നു, യാ റസൂലല്ലാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നാൽ ഈ ഹദീസിന്റെ പൂർത്തീകരണം ഇമാമുൽ ഗസ്സാലി തങ്ങൾ അവിടെ തഹ്‌യയിൽ എഴുതി വെച്ചത് കാണാം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? ഉദ്കുർനാ ഇൻദ റബ്ബിക, ഉദ്കുർനാ ഇൻദ റബ്ബിക, ഉദ്കുർനാ ഇൻദ റബ്ബിക യാ നബിയല്ലാഹ്. ഓ നബിയേ, അങ്ങയുടെ റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് പോയാലും ഞങ്ങളെ ഓർക്കണേ നബിയേ, ഞങ്ങളെ ഓർക്കണേ നബിയേ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങളെ ഒന്ന് ഓർക്കണേ നബിയേ. ഓ പ്രിയപ്പെട്ട സഹോദരാ, എന്താണ് സിദ്ദീഖ് തങ്ങൾ അവിടെ ചിന്തിച്ചു പോയത്? തങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളെ കൈപിടിക്കലല്ലാതെ രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് വേറെ വഴികൾ ഇല്ല. ഞങ്ങൾ രക്ഷപ്പെടണോ? മുത്തുനബി തങ്ങൾ ഞങ്ങളെ കൈപിടിക്കണം. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ സ്വഹാബത്തും ചിന്തിച്ചത് അതാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചിന്തിച്ചത് അതാണ്. കഴിഞ്ഞുപോയ മഹത്തുക്കളൊക്കെ ചിന്തിച്ചത് അതാണ്. അതുകൊണ്ടല്ലേ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാര് പാടിയത് അശ്ശഫ أشهد أن لا إله إلا الله أشهد أن لا إله إلا أشهد أن محمد رسول الله أشهد أن محمد رسول حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾ വരാറായി ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളെ ചരിത്രം മുഴുവനും അതാ. എല്ലാ മഹാന്മാരും വിളിച്ചത് യാ റസൂലല്ലാഹി ഖുദ് ബിയദി യാ ഹബീബല്ലാഹി ഖുദ് ബിയദി. ലോക
ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കൾ മുഴുവനും റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൈപിടിക്കണം നബിയേ. റസൂലുള്ളാഹി ഞങ്ങൾ കൈപിടിക്കണേ നബിയേ. ലോകത്ത് കഴിഞ്ഞുപോയ സലഫു സ്വാലിഹീങ്ങളും മഹാന്മാരും ആലിമീങ്ങളും എല്ലാവരും റസൂലുള്ളാഹിനെ വിളിച്ച് സങ്കടം പറയുമ്പോ ഇന്നലത്തെ മടക്കി ഇന്ന് മുളച്ച തവരകളാകുന്ന ചില വിദേഹത്തിന്റെ കക്ഷികൾ അവരതാ അവിടെ പറഞ്ഞു പറയുന്നത് എന്താണ്? യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ലെന്ന് പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ അദ്ദുറുസമീനയിൽ എഴുതി വെച്ചത് കാണാം. യാ റസൂലല്ലാഹ് എന്ന് ലോക ജനങ്ങളെ വിളിക്കുമ്പോ ആരെങ്കിലും അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? യാ റസൂലുള്ളാഹ് എന്ന നബി തങ്ങളെ വിളിച്ചിട്ട് സങ്കടം പറയാൻ, അതെ ഞാൻ എന്റെ വിഷമം നബി തങ്ങളെ വിളിച്ചിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചിട്ട് സങ്കടം പറയുമ്പോ, അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് പറയുമ്പോ അത് റസൂലുള്ളാഹി തങ്ങള് അങ്ങനെ വിളിക്കാൻ പറ്റിയ നേതാവല്ല എന്ന് സമ്മതിക്കലല്ലേ അതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ടാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ റസൂലുള്ളാഹിന്റെ സ്ഥാനത്തിനെ ഇടിച്ചു താഴ്ത്തിയവനാണ്, റസൂലുള്ളാഹിന്റെ ബഹുമാനം കുറച്ചവനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വാദിക്കുന്നവരും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരാ, ലോകത്ത് കഴിഞ്ഞു പോയവരെ മുഴുവനും വിളിച്ചവരാണ് യാ റസൂലല്ലാഹ്. നബി തങ്ങളെ കൊണ്ട് രക്ഷപ്പെടണം, റസൂലുള്ളാഹി നമ്മളെ കൈയൊന്ന് പിടിക്കണം. ആ നബി തങ്ങളെ കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ടല്ലേ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് 10 കൊല്ലക്കാലം ഖിദ്മത്തെടുത്ത അനസ് തങ്ങള്, ആ അനസ് തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യശ്ഫഅ ലി യൗമൽ ഖിയാമ. ഞാൻ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, 10 കൊല്ലക്കാലം നബി തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത അനസ് തങ്ങൾ പറയാ, ഞാൻ എന്റെ ഹബീബിനോട് പറഞ്ഞു ആവശ്യപ്പെട്ടു, അയ്യശ്ഫഅ ലി യൗമൽ ഖിയാമ, എനിക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ തങ്ങൾ ശഫാഅത്ത് ചെയ്യണേ നബിയേ. തങ്ങളെ ശഫാഅത്ത് കിട്ടാതെ എനിക്ക് രക്ഷയില്ല, അവിടുത്തെ ശഫാഅത്ത് എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു, അന ഫാഇലുൻ ഇൻഷാ അല്ലാഹ്, ഞാനത് ചെയ്യുക തന്നെ ചെയ്യും, ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. അതാ ശഫാഅത്ത് നബി തങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അനസ് റളിയല്ലാഹു അൻഹു ശഫാഅത്തിന് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക്, അനസേ ഞാൻ ശഫാഅത്ത് ചെയ്യും കേട്ടോ. ഇല്ല ഇല്ല, അനസിന്റെ മനസ്സിന് സമാധാനമാകുന്നില്ല. രണ്ടാമതായി അനസ് തങ്ങൾ ചോദിക്കുന്നത് എന്താണ്? നബിയെ തങ്ങളല്ലേ ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞത്, എന്റെ കാര്യം ഏറ്റെടുത്തത് തങ്ങളല്ലേ? എന്നാ നാളെ യജമാനനായ റബ്ബിന്റെ കോടതിക്കെത്തുമ്പോ അവിടെ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ആ മഹ്ശറിലങ്ങൾ എനിക്കൊന്ന് തങ്ങളെ കാണണ്ടേ. അയിന അതുലുബുക യാ നബിയല്ലാഹ്, നബിയെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ തങ്ങളെ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? ആ മഹ്ശറിൽ തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണമെങ്കിൽ എന്ന് തങ്ങളെ കണ്ടുമുട്ടണ്ടേ നബിയെ? തങ്ങളെ എവിടെന്നാ തേടേണ്ടത് നബിയെ? അന്വേഷിക്കേണ്ടത് എവിടെയാ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉതുലുബുനി ഇൻദ സിറാത്ത്, നീ എന്നെ അന്വേഷിക്കേണ്ടത് സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ്. ഞാനതാ സിറാത്ത് പാലത്തിന്റെ അടുക്കലുണ്ടാകും. ഇല്ല ഇല്ല, അനസ് തങ്ങൾക്ക് സമാധാനമായില്ല. രണ്ടാമത് അനസ് തങ്ങൾ ചോദിക്കുകയാണ്, നബിയെ ഞാനങ്ങനെ സിറാത്ത് പാലത്തിന്റെ അടുക്കലിലേക്ക് വന്നു, നോക്കുമ്പോ തങ്ങളെ അവിടെ കാണുന്നില്ല. എനിക്ക് തങ്ങളെ കിട്ടണം, അവിടുത്തെ ശഫാഅത്തൊന്ന് കിട്ടണോ? ഞാൻ അവിടെ വന്നു നോക്കുമ്പോ തങ്ങളെ കാണുന്നില്ല. എന്നാ പിന്നെ ഞാൻ എവിടെ അന്വേഷിക്കണം നബിയെ?
അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഉതുലുബ്നി ഇൻദൽ മീസാൻ, രണ്ടാമതായി നീ എന്നെ അന്വേഷിക്കേണ്ടത് അത് മീസാനാകുന്ന തുലാസിന്റെ അടുക്കലാണ് കേട്ടോ. ഇല്ല ഇല്ല, അനസുതങ്ങൾക്ക് സമാധാനമാകുന്നില്ല. മൂന്നാമതായി അനസുതങ്ങൾ ചോദിക്കുന്നു, ഓ നബിയേ, ഞാൻ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വന്നു, തങ്ങൾ അവിടെ ഇല്ല. ഞാൻ മീസാനാകുന്ന തുലാസിന്റെ അടുക്കൽ വന്നു, തങ്ങൾ അവിടെ ഇല്ല. എന്നാ ഞാൻ മൂന്നാമത് അന്വേഷിക്കേണ്ടത് എവിടെയാണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ എന്റെ മൂന്നാമതായി അന്വേഷിക്കേണ്ടത് ഹൗദുൽ കൗസറിന്റെ അടുക്കലിലാണ്. ഞാൻ അവിടെയുണ്ട്. ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ ഉണ്ടാകും. ഈ മൂന്നാലൊരു സ്ഥലത്തിനെ തൊട്ട് ഞാൻ മറയുന്നതല്ല. ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇവിടെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഇവിടെ ചിന്തിക്കേണ്ട 2 പോയിന്റുകളുണ്ട്. എന്താണ്? 10 കൊല്ലക്കാലം ഖിദ്മത്തെടുത്ത അനസുതങ്ങൾ, നബിയേ എനിക്ക് തങ്ങളെ ശഫാഅത്ത് വേണം രക്ഷപ്പെടാൻ. അതേ ശഫാഅത്ത് കിട്ടിയേ പറ്റൂ. അത് നബി തങ്ങളെ ഏറ്റെടുത്തിട്ട് പോലും അനസുതങ്ങൾ ഇല്ല നബിയേ എനിക്ക് മഹ്ശറന്ന് തങ്ങളെ ഒന്ന് കാണണോ. അത് എവിടെ കിട്ടും, എവിടെ കിട്ടും, എവിടെ കിട്ടുമെന്ന് അന്വേഷണമാ. അനസുതങ്ങളെ ചിന്ത എന്താണ്? ഞാൻ എത്ര നല്ലവരായാലും നബി തങ്ങളെ ശഫാഅത്ത് കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. എന്നാൽ നിങ്ങൾ കേട്ടോ പ്രിയപ്പെട്ട സഹോദരാ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി കേൾക്കണോ? ഓ പ്രിയപ്പെട്ട മുഅ്മിനേ, എവിടെയാ തങ്ങളെ അന്വേഷിക്കേണ്ടതെന്ന് പറയുമ്പോ, എന്നെ സ്വർഗീയ കൊട്ടാരത്തിന്റെ ഉൾഭാഗത്ത് ഇന്ന ഗസ്റ്റ് ഹൗസിൽ പോയി എന്നെ അന്വേഷിച്ചാൽ കിട്ടുമെന്നല്ലേ പറയേണ്ടത്? പക്ഷേ മുത്തുനബി തങ്ങൾ അത് പറഞ്ഞില്ല. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് ഉലുക്കുന്നവൻ ഞാനാണ്. എനിക്കല്ല സ്വർഗം തുറക്കുകയാണ്. എന്നെ അല്ല സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്നൊരു പാവപ്പെട്ട മുഅ്മിനീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല കൊടുത്ത എല്ലാ അധികാരങ്ങളും പറഞ്ഞില്ലേ? സ്വർഗം തുറക്കുന്നത് റസൂലുള്ളയല്ലേ? അവിടത്തേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നതും അതും നബി തങ്ങളല്ലേ? എല്ലാ അധികാരവും എല്ലാ പവറും നൽകപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവിനോടാ അനസുതങ്ങൾ ചോദിക്കുന്നത്, ഓ നബിയേ, തങ്ങളെ എവിടെയാ അന്വേഷിക്കേണ്ടത് നബിയേ? അപ്പോഴാണ് അനസുതങ്ങളോട് റസൂലുള്ളാഹിന്റെ മറുപടി, എന്നെ അന്വേഷിക്കേണ്ടത് 3 സ്ഥലങ്ങളാ. ലോകജനങ്ങൾ വെപ്രാളപ്പെട്ട് നട്ടം തിരിഞ്ഞ് പൊട്ടിക്കരയുന്ന റബ്ബിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളാണ്. ഒന്ന് സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ്. സുബ്ഹാനല്ലാഹ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേരിയതുമായ എത്രയോ കിലോമീറ്റർ അകലെയുള്ള സിറാത്ത് പാലം അതാ നരകത്തിന്റെ മുകളിൽ അത് നിൽക്കുന്നത് കാണുമ്പോ ആ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ ചെന്നവര് അതങ്ങ് കാണുമ്പോ അവര് കാലിടറിപ്പോയി അവരതാ കിടുകിടാ വറക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരാ, അവിടെ കാല് വറക്കാത്തവരുണ്ടോ? മനസ്സ് പൊട്ടാത്തവരുണ്ടോ? അവിടെ കരയാത്തവരുണ്ടോ? സിറാത്ത് പാലം കാണുമ്പോ കരയുന്നവരാണ്. എല്ലാവരും കരഞ്ഞ് 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 അവിടെ കണ്ണീരൊലിപ്പിക്കുമ്പോ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്താൻ അവിടെ കാത്തു നിൽക്കുന്ന നേതാവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നമ്മളെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹ്, അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. പോരാ, ലോക ജനങ്ങൾ കരയുന്ന 2ാമത്തെ സ്ഥലം ഏതാണ്? അത് മീസാനാകുന്ന തുലാസാണ്. എന്നെ കൊണ്ടുപോയി എന്റെ അമലുകള് 2 തട്ടിലിങ്ങനെ വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്ത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മറുഭാഗത്ത്
ട്രാക്കുകൾ, അതുപോലെ മധുമാറോത്തി പോലത്തെ സാധനങ്ങളും കള്ളുകുടി വ്യഭിചാരം ചീട്ടുകളി പോലത്തെ വൃത്തികെട്ട അനാചാര പ്രവർത്തനങ്ങളൊക്കെ മറ്റേ തുലാസിലിങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരാ, ഈ മുമ്പിൽ നിൽക്കുന്ന ഞാൻ നോക്കുന്നത് തുലാസിന്റെ മുള്ളിലേക്കാൾ. ആ തുലാസിന്റെ മുള്ള് വലതു ഭാഗത്തേക്ക് ഒരൽപ്പം ചാഞ്ഞാ ഞാൻ കാലകാലം സ്വർഗത്തില. ആ തുലാസിന്റെ മുള്ള് ഇടതു ഭാഗത്തേക്ക് ഒരൽപ്പം ചാഞ്ഞു പോയാൽ നമ്മളൊക്കെ നരകത്തിലാണ്. അല്ലാഹു കാക്കട്ടെ. ആ തുലാസിന്റെ മുമ്പില് പൊട്ടുന്ന നെഞ്ഞുമായി, കരയുന്ന കണ്ണുമായി, കിട്ടുകിട്ട് വിറക്കുന്ന കൈകാലികളുമായി ആ തുലാസിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ മുത്തുനബി തങ്ങൾ പറയുന്നു, അനസേ ഞാൻ അവിടെയുണ്ട് കേട്ടോ, രക്ഷപ്പെടുത്താ ഞാൻ അവിടെയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ പോരാ, മൂന്നാമതൊരു സ്ഥലമുണ്ടേതാണ്. ഓ പ്രിയപ്പെട്ട സഹോദരാ, നല്ല മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് പോലും കണ്ടില്ലേ നിങ്ങൾ, വേർത്തന്റെ നെറ്റി ഇങ്ങനെ ഒലിക്കുകയാണ്. എന്നാൽ കേൾക്കണോ, റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ ഒരു ചാൻമുകളിൽ സൂര്യനാണ്, അടിഭാഗത്ത് ചെമ്പിന്റെ തകടാണ്. അവിടെ സീറ്റുകളില്ല, പന്തലില്ല, തുണിയില്ല, ഒന്നുമില്ല. നേരെ മുമ്പിൽ നിൽക്കുന്ന സൂര്യന്റെ ചുടുകൊണ്ട് ചുട്ടുവെടുക്കുന്ന മഴയിൽ എവിടെയാണ് കുടിക്കാനുള്ള വെള്ളം? ഒരൊറ്റ വെള്ളമില്ലാതെ മനുഷ്യരിങ്ങനെ ദാഹിച്ച് പടപടക്കുകയാണ്. അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. ആ റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും ദാഹിച്ച് പടപടക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു വാക്കുണ്ട്, കുടിനീരെവിടെ? കുടിനീരെവിടെ? എല്ലാവർക്കും കിട്ടുന്ന മറുപടി ഒന്നേയുള്ളൂ, അത് ഇന്ന സ്ഥലത്തൊരു കിണറുണ്ട്, അവിടെ വെള്ളം കോരി കൊടുക്കുകയാ. നമ്മൾ ഓടൂലേ ആ ഭാഗത്തേക്ക് പായൂലേ? എല്ലാവരും ഓടുന്നത് ഒരേ ഒരു സ്ഥലം ലക്ഷ്യം വെച്ചുകൊണ്ട്. ഏതാണത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ സ്വർഗീയ വെള്ളം അല്ലാഹു തആല തങ്ങൾക്ക് തന്നിരിക്കുന്നു നബിയെ. ഓ പ്രിയപ്പെട്ട സഹോദരാ, ആ ഹൗദുൽ കൗസറിനെ പറയുന്നത് കേൾക്കുമ്പോ മഹ്ശറയിൽ ഒരുമിച്ച് ഓടിയവരെ മുഴുവനും ഓടിപ്പോകുകയാണ്. അതാ ഓടിപ്പോകുമ്പോ സുബ്ഹാനല്ലാഹ്, വിശാലമായ ഗേറ്റ് കാണുന്നു. ഗേറ്റിന്റെ അകത്ത് വിശാലമായ കിണർ കാണുന്നു. ആരാണ് കിണറിന്റെ അകത്ത് കോരിക്കൊടുക്കുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കോരിക്കൊടുക്കുകയാ. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഓരിക്കൊടുക്കുകയാ. മറുഭാഗത്ത് ഉവൈസുൽ ഖർനി തങ്ങൾ കോരിക്കൊടുക്കുകയാ. മറ്റൊരു ഭാഗത്ത് ശൈഖ് ജീലാനി തങ്ങൾ കോരിക്കൊടുക്കുകയാ. മഹത്തുക്കളായ അരിഫീങ്ങളും മഹാന്മാരും കോരിക്കൊടുക്കുമ്പോ അതിലേക്ക് ചെല്ലാൻ നോക്കുമ്പോ വലിയൊരു ഗേറ്റ് കാണുന്നവിടെ. ആ ഗേറ്റിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് ആരാ? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബി തങ്ങൾ അവിടെ നിൽക്കുന്നു. എല്ലാവരും ഓടിപ്പോകുമ്പോ ഗേറ്റ് നിൽക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ വെള്ളത്തിന് വേണ്ടി ഓടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഓരോരുത്തരെ കടത്തി അകത്തേക്ക് വിടുന്നു, വെള്ളം കുടിക്കാൻ വിടുന്നു. പാവപ്പെട്ട ഞങ്ങളെ നീ ആ ഭാഗ്യവന്മാരിൽ പെടുത്തണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ റബ്ബിന്റെ മഅ്ശറയിൽ എല്ലാവരും വെള്ളം കുടിക്കാൻ വേണ്ടി ഓടി വരുമ്പോ ചിലവരുടെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ജീവിതകാലത്ത് പറഞ്ഞ ഹദീസാണ്. അതാ നബി തങ്ങളാ വരുന്നവരെ മുഖം നോക്കിയിട്ട് ചിലവരെ മുഖം നോക്കി പറയുന്നു, ഫസുഹുകം ഫസുഹുകാ, പോടാ ഇവിടുന്ന് പോടാ. ആരാണ് അട്ടിയോടിക്കുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടുന്ന് ആട്ടിയോടിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരാ, ഒരേ ഒരു കിണർ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും വെള്ളമില്ല. അവിടത്തേക്ക് കടത്തിവിടുന്നത് ഒരേ ഒരു നേതാവ് മാത്രമാണ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി. വേറെ
കിണറില്ല, കടത്തിവിടാൻ വേറെ നേതാവില്ല. ആ നേതാവ് ഒരു കൂട്ടരെ മുഖം കണ്ടിട്ട് അവിടുന്ന് ആട്ടിയോടിക്കുമ്പോ ആരാണ് ആട്ടിയോടിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദര, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിലോകത്ത് പഠിപ്പിച്ച ആദർശ ആശയങ്ങളെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നൂതനവാദനത്തിന്റെ പിന്നാലെ പോകുന്ന ഏത് വിദ്യാർത്ഥികാരനുണ്ടോ, സലഫികളുണ്ടോ,